എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഈ സർജറി ചെയ്ത് തിരിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് എനിക്ക് 1 രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എനിക്ക് ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നില്ല. ഇനി മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇങ്ങനത്തെ പല സംഭവങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോളിസികൾ കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഞാൻ പോളിസി എടുത്ത് ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വൈഫ് ചോദിച്ചൊരു കാര്യമുണ്ട്, താനിപ്പോൾ ഇത്ര വർഷം ആയി ഇതിൻ്റെ പോളിസിയുടെ പ്രീമിയം അടക്കുന്നത്, ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്? നിരവധി ആൾക്കാർ ചിന്തിക്കുന്ന ഒരു തിങ്കിങ് പാറ്റേണിൽ തന്നെയാണ് വൈഫും ആ സമയത്ത് പറഞ്ഞത്. എനിക്ക് തന്നെ 2 തവണ ക്ലെയിം ചെയ്യേണ്ട സാഹചര്യം വന്നു. എൻ്റെ വൈഫിന് 2 അല്ലെങ്കിൽ 3 തവണയോളം ക്ലെയിം ചെയ്യേണ്ട സാഹചര്യം വന്നു. എൻ്റെ മകന് 4-5 തവണ ക്ലെയിം ചെയ്യേണ്ട സാഹചര്യം വന്നു. ഇപ്പം നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസിനെ റിജക്റ്റ് ചെയ്യും. കുറേ നാളുകൾ കഴിയുമ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികൾ നമ്മളെ റിജക്റ്റ് ചെയ്യും.